ഇതിന്റെ ഒരു ഭംഗി നോക്കിയേ. ഓ, പുക കൊണ്ട് മൂടിപ്പോയി അത്രയും. അയ്യോ കണ്ണ്. ഓ, ടേസ്റ്റ് നോക്കാം. കേരളത്തിൽ കാണാൻ എന്തായാലും ചാൻസ് ഇല്ല. ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയും ഒരു വണ്ടി പോലും കാണാനില്ല. എത്ര ദൂരം നോക്കി. അതാ എൻ്റെ 360 കാണിച്ചു തരാം. ഒരു വണ്ടി പോലും കാണാൻ പറ്റാത്തൊരു ഏരിയ. നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കോണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന സ്ഥലം ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തം മഞ്ഞാന്ന്. അല്ല. അതും അല്ലെങ്കിൽ രാജസ്ഥാനിൽ ഉപ്പ് പാടാന്നെങ്കിലും വിചാരിക്കും. അതുമല്ല. ഈ സ്ഥലം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ആൻഡ് ഇത് വെറും പൂഴിമണ്ണ. പൂഴിമണ്ണെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊടി. വെള്ളപ്പൊടി കൊണ്ടൊരു മരുഭൂമി തന്നെ ഇവിടെ ക്രിയേറ്റ് ആയേക്കാം. കണ്ട 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 കണ്ട. ഈ സ്ഥലത്തെ പറ്റി അറിഞ്ഞ് ഞെട്ടാൻ നിങ്ങൾ റെഡി ആയിക്കോ. നമ്മൾ രാജസ്ഥാനിൽ ഉപ്പ് പാടം കാണാൻ വന്നപ്പോൾ കണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. മരുഭൂമി. മരുഭൂമി പോലെ പൂഴിമണ്ണ്, അതും വെള്ളമണ്ണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞ പോരാ, പരന്ന് കിടക്കുന്ന വെള്ള മണ്ണ്. ഇങ്ങനെയും പല സ്ഥലങ്ങള് നമ്മുടെ ഭൂമിയിലുണ്ട് എന്ന് അറിയുമ്പോൾ അയ്യോ എത്ര സന്തോഷം വരുന്നു. നമ്മൾ ഇങ്ങനെ സംഭവം ഇന്നേ വരെ കണ്ടിട്ടില്ല. അതും കണ്ണെത്താൻ പറ്റാത്ത അത്രയും ദൂരം ഇതിങ്ങനെ പരന്ന് കിടക്ക. കണ്ടോ, ഇവിടെ നടക്കുമ്പോ ഉണ്ടോ മണ്ണ് പോകുന്നുണ്ടോ, തെറിക്ക ചെയ്യുന്നത്. അത്രയും പൂഴി മണ്ണാ. കണ്ടോ, ഇതാണ് മണ്ണ്. അതും വെള്ള കളർ. അതിൽ സൂര്യൻ, നിങ്ങൾ നോക്കണം, ആ സൂര്യൻ അസ്തമിക്കുന്ന അതിന്റെ കളർ നല്ല ബ്രൗൺ കളറിലേക്ക് പോകുന്നുണ്ടോ. ഇതുണ്ടായിട്ടുള്ളത് നമ്മുടെ സാമ്പാർ സാൾട്ട് ലേക്കിന്റെ ഒരു സൈഡിൽ മണ്ണ് താന്ന് വെള്ളം താന്നിട്ടുണ്ടായ ഒരു മരുഭൂമിയാണിത്. ഇത് എവിടെയെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴല്ല, അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് രാജസ്ഥാനിൽ എവിടെയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. വെയിറ്റ് ചെയ്യേ. ആൻഡ് ഉപ്പിലേക്ക് താന്നുണ്ടായ മണ്ണായ കാരണം നമ്മളിതിൻ്റെ ഉപ്പ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഇതിൻ്റെ ദൂരത്താണ് ഉപ്പ് എടുക്കുന്നത്, കുറച്ച് ദൂരത്താണ് ഇതിൻ്റെ ഉപ്പ് എടുക്കുന്ന സ്ഥലം. ആൻഡ് ഇതാണ് ആ മണ്ണ്. ടേസ്റ്റ് നോക്കാം. ഉപ്പില്ല, ഒരു പൊടിക്ക് ഉപ്പ് രസമുണ്ട്. പക്ഷെ വല്ലാത്ത ജാതി ഭ്രാന്താണ് മണ്ണ് ടെസ്റ്റ് ചെയ്ത് ഉപ്പ്. കാരണം ഇതുള്ളത് സാമ്പാർ ലേക്കിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശമായതുകൊണ്ട് ഉപ്പ് കണ്ടന്റ് ഇല്ലാതിരിക്കുമോ നിങ്ങൾ പറ. അത്രയും വലിയ സ്ഥലമായതുകൊണ്ട് ഇതിനെ കണ്ടു ചില സ്ഥലങ്ങളിലൂടെ വണ്ടി പോകുന്ന ട്രാക്ടറുകൾ പോകുന്ന ഒരു ട്രാക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതല്ലാത്ത പ്ലേസസ് കണ്ടോ ഇങ്ങനത്തെ മണ്ണ, വെറും കട്ട മണ്ണ്. കണ്ടോ, കട്ട മണ്ണ ഈ സാധനങ്ങൾ. വേനൽക്കാലം കഴിഞ്ഞുകൊണ്ട് കണ്ടോ മൊത്തം വിള്ളൽ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. വരൾച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ണാണിത്. അത്യാവശ്യം സൂര്യൻ അസ്തമിക്കാനുള്ള സമയത്ത് ഇതിൻ്റെ ഭംഗി കണ്ടാലാണ്. നല്ല ഗോൾഡൻ കളറ്. എൻ്റെ മുഖമൊക്കെ ചോർന്നാലുണ്ട്. നല്ല ഗോൾഡൻ കളറാണ് ഇവിടുത്തെ മണ്ണ്. ആൻഡ് ആകാശം നല്ല നീല കളറും. രണ്ടും കൂടി ബ്ലെൻഡ് ആവുന്ന ഒരു വ്യത്യാസം. ഇതുപോലത്തെ മണ്ണ് നിങ്ങൾ കേരളത്തിൽ കാണാൻ എന്തായാലും ചാൻസ് ഇല്ല. ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. എന്നാൽ കമൻറ്റിൽ പറയാം, എനിക്ക് അവിടെയും പോകണം. കാരണം അത്രയും രസം, അത്ര ഇഷ്ടമായി എനിക്ക് ഈ മണ്ണ്. നമുക്കിവിടുന്ന് പോകാൻ സമയമായി. ഇതേ നമ്മുടെ ബാഗും തുണിയും നമ്മളിവിടുന്ന് ബാഗ് പാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയമായി. ഇവിടെ 5:30 ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കും. ആൻഡ് ഈ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിലോമീറ്ററോളം ഓടി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടുന്ന് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം പരന്ന് കിടക്കുക. ഇത് എത്രയോ ദൂരം പരന്ന് കിടക്കുക. എങ്ങനെ പോകണം എന്നറിയില്ല. ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം. ഇത് കണ്ടോ, മണ്ണായതുകൊണ്ട് തന്നെ ഓരോ വണ്ടികൾ പോകുമ്പോൾ അതിൻ്റെ പുറകെ പൊടി പോകുന്നു. കണ്ടോ, നടക്കുമ്പോൾ കണ്ടോ പൊടി പോകുന്ന അത്രയും മണ്ണ് ആണിത്. ചെറിയ ചെറിയ തരി മണ്ണ്. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാറായി. നമുക്ക് 5 മണിയായിട്ടുള്ള. പക്ഷെ ഇവിടെ 5:30 സൂര്യൻ അസ്തമിക്കാൻ നമുക്കൊരു വണ്ടി പിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ പെട്ടുപോകും. ഏതാണ്ട് 8-10 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് അങ്ങോട്ട് വന്നേ. പക്ഷേ ഈ നേരത്തെ ഇനി പറ്റില്ല, ഇരുട്ടത്തത് പറ്റില്ല. നമുക്ക് ഏതെങ്കിലും വണ്ടി കണ്ടുപിടിക്കണോ. എവിടെയും ഒരു വണ്ടി പോലും കാണാനില്ല. എത്ര ദൂരം നോക്കി. അതാ എൻ്റെ 360 കാണിച്ചു തരാം. ഒരു വണ്ടി പോലും കാണാൻ പറ്റാത്തൊരു ഏരിയ. ഇടയ്ക്ക് വരുന്ന ചില ട്രാക്ടർ ആണ് ഇവിടെ എൻ്റെ ആശ്രയം. നോക്കി നോക്കാം. നോക്കിയേ, ഒരു ബൈക്ക് പോകുന്നുണ്ട്. പക്ഷെ ബൈക്ക് 2 വീലറാണ്. അത് ബൈക്ക്
രണ്ടുപേരെ ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിനെ പിന്നാലെ പോകാൻ പറ്റില്ല. ആ ഒരു സൂര്യൻ്റെ അധികം ഞാൻ മണ്ണ് പോകുമ്പോഴായിരുന്നെങ്കിൽ എത്ര ദൂരത്തെ ഓടിപ്പോവാൻ പറ്റുന്ന അങ്ങനത്തെ മണ്ണ്, എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലം കേട്ടോ. ഇത് മരുഭൂമിയൊക്കെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. എൻ്റെ അമ്മ ഇതിന് പിന്നാലെ ഓടി വയ്ക്കണോ. മണ്ണ് പുക കൊണ്ട് മൂടിപ്പോയി അത്രയും. അയ്യോ കണ്ണ്, അയ്യോ എന്ത് രസമുണ്ടെന്ന് നോക്കി. ആ വണ്ടി പോയപ്പോ ഇപ്പോഴും ആ മണ്ണ് പൊതി കിടക്കുന്നുണ്ടോ. ഇതാണ് സ്വർഗം. വേറെ ആരെങ്കിലും വേറെ ആണ് സ്വർഗം എന്ന് പറഞ്ഞാൽ തെറ്റി. ഇതാണ് സ്വർഗം. അവസാനം ഈ സ്ഥലം ഏതാന്ന് അറിയണമെങ്കിൽ രാജസ്ഥാനിൽ നമ്മൾ സാമ്പാർ ലേക്ക് കാണാൻ വന്നപ്പോൾ സാമ്പാർ ലേക്കിൻ്റെ ഒരു ഭാഗത്തൂടെ പോകുന്ന വലിയൊരു മരുഭൂമി പോലത്തെ ഏരിയയാണ്. മാപ്പിൽ നോക്കി അറിയാം ഇതിന് സ്ഥലപ്പേര് ഒന്നുമില്ല. ഈ കായൽ താന്നപ്പോൾ ഒപ്പം ഇതും താന്നു. ഈ മണ്ണ് ഇങ്ങനെയും മാറി, അതൊരു മണ്ണ് അങ്ങനെ കിടന്നു. ഇപ്പോൾ പലരുടെയും പല രീതിക്ക് പല സ്ഥലത്തേക്കുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ഈ സ്ഥലത്തു കൂടെയാണ്. ഈവൻ ബൈക്കുകൾ പോകുന്നുണ്ട്. ആൻഡ് ഞാൻ മാപ്പിൻ്റെ ലൊക്കേഷൻ കൊടുക്കാം, ആ ലൊക്കേഷൻ തപ്പി വന്നോ. ആൻഡ് അതിന് വരേണ്ടത് നമ്മുടെ ജയ്പൂരിൽ നിന്നോ ജോധ്പൂരിൽ നിന്നോ ഏറ്റവും അടുത്താണ് സാമ്പാർ ലേക്ക് നോക്കാം. സാമ്പാർ ലേക്ക് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടെത്താം. ഞാൻ ഫുൾ ഡീറ്റെയിൽ ഇവിടെ മാപ്പിൽ ഞാൻ കൊടുക്കാം. ഇവിടെ വളരെ റെയറായിട്ട് ഞാൻ ഒരുപാട് ദൂരം നടന്നപ്പോൾ കണ്ട റെയറായ ഒരു കല്ല് കണ്ടുവോ, വെള്ള കളറിൽ ഉപ്പ് ക്രിസ്റ്റൽസ് പോലെയുള്ള ഒരു കല്ല്. ഇതിന് ഒരു പിങ്ക് കളറാണ്, പക്ഷെ അത് പിങ്ക് റോക്ക് സാൾട്ട് അല്ല, പക്ഷെ ഒരു പിങ്ക് കളറുള്ള നല്ല ഭംഗിയുള്ള ഒരു കല്ല്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഈ സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വയ്ക്കാൻ പോവാം. കാരണം നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം പോയി കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാസ്റ്റർ പീസ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് മുക്കും, ഞാനിത് കൊണ്ടുവരും. ഈ ഒരു ഈ ഒരു മണ്ണ് മാത്രമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു കല്ല് കിട്ടാന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇവിടെ റയറായിട്ടാണ് കണ്ടേ. സോ ഐ പിക്ക് ദിസ് വൺ. 10-20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷേ സൂര്യൻ അസ്തമിക്കാറായി, നമുക്കൊരു വണ്ടി കിട്ടുന്നില്ല. ഇത് ഞാൻ കുറേ നടന്നു നോക്കി, പക്ഷേ എവിടെ എത്താനാ? 8 കിലോമീറ്റർ നടന്നിട്ടല്ലേ വന്നേ. എപ്പോൾ എത്താനാ? ഏതെങ്കിലും വണ്ടിയില്ലാതെ നമുക്ക് ഇവിടുന്ന് പോക്ക് നടക്കില്ല കേട്ടോ. പെട്ടുപോയി. ഇതാണ് മരുഭൂമിയുടെ പ്രശ്നം. ഉള്ളിൽ കയറാൻ എളുപ്പമാണ്, പുറത്തിറങ്ങാൻ പാടാ. നമുക്ക് എത്ര വെയിറ്റ് ചെയ്തിട്ടും ട്രാക്ടർ വരുന്നില്ല. കാരണം 5:30 അവരുടെ സമയം തോന്നുന്നു. എനിക്കാണെങ്കിൽ തൊണ്ട പറ്റി വെള്ളമില്ല. ഒരു ബൈക്ക് വരുന്നുണ്ട്, അറ്റ കൈയാണ്, കൈകാട്ട് നോക്കാം, നിർത്തിയാൽ കയറി പോകാനോ. ലേറ്റ് വരുന്നുണ്ടോ? പക്ഷെ അത് കപ്പിളായിരുന്നു, കയറാൻ പറ്റിയില്ല. എഗെയിൻ ട്രാപ്ഡ്. ഇനി വണ്ടി കിട്ടുമോ? എത്ര ചേട്ടാ നടക്കുക? ബോണസായിട്ട് ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. ഞാനൊരു ഏതാണ്ട് 4 കിലോമീറ്റർ നടന്നെത്തി നോക്കുമ്പോഴാണ് ഒരു പച്ചപ്പ് കാണും നമുക്ക് പോകേണ്ട വഴിയിൽ. ആൻഡ് ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, നല്ല വെള്ള വഴികളും വെള്ള മണ്ണും പച്ചപ്പും. എന്ത് രസം നോക്കണം. ഫുൾ പച്ച, വെള്ളം നിൽക്കുന്ന ഇടയിൽ ചെറിയൊരു ഏരിയ പച്ച. ഈ മരുഭൂമിയിൽ പച്ചപ്പ് കാണുമ്പോഴുള്ളൊരു സുഖമെന്ന് നമ്മൾ പറയില്ലേ, അതാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര നേരം ആ ഭാഗത്ത് നിന്നിട്ട് പെട്ടെന്ന് ഈ പച്ച കണ്ടപ്പോൾ ഉള്ളുന്നൊരു കുളിർമ വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് ഇരുട്ടായി, നമുക്ക് വണ്ടിയൊന്നും കിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ട്രെയിൻ മിസ്സായി. ട്രെയിനിനിപ്പോൾ കിട്ടും തോന്നുന്നില്ല, സമയമായി. പക്ഷെ സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം കാണാൻ വർത്താണോ? ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാത്ത ഒരാൾ പോരുത്. ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തന്നിട്ട് ലൈക്ക് അടിക്കാതെ ഇങ്ങനെ പോകാൻ പറ്റും നിങ്ങൾക്ക്? അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ടാറ്റ ബൈ, സീ യു.